തിരുവഴിത്താരയിൽ തിരുപൂജ തുടങ്ങുവാൻ സമയമായി പ്രിയജനമേ വന്നിടുവിൻ. തിരുവഴിത്താരയിൽ തിരുപൂജ തുടങ്ങുവാൻ സമയമായി പ്രിയജനമേ വന്നിടുവിൻ. ബലിയണയ്ക്കാൻ ഒരുങ്ങിടുവിൻ, സ്തുതിഗീതം പാടിടാൻ നാഥനെ വാഴ്ത്തിടാൻ, നാഥനെ വാഴ്ത്തിടാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. കർത്താവേ, അങ്ങ് പാപങ്ങൾ കണക്കിലെടുത്താൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമേ, പാപമോചനം അങ്ങേ പക്കലാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇന്നത്തെ ഈ ദിവ്യപൂജ നമ്മൾ അർപ്പിക്കുമ്പോൾ ഞായറാഴ്ചത്തെ ദിവസം ഈ വരുന്ന ആഴ്ചയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി നമ്മളെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവ് നമ്മളെ വളർത്തുമ്പോൾ നമുക്ക് സഹകരിച്ച് കർത്താവിനോടൊപ്പം മുന്നോട്ട് പോകാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നു. സ്വർലോകരാജനേ, സർവൈക ശക്തനാം ദൈവമേ,
ലോകത്തിൻ പാവനീഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനീഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകന നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സത്പ്രവൃത്തികൾ നിരന്തരം ചെയ്യാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രയേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രയേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യോസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല.
ആകാശവും ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. നമുക്ക് സഹായം ലഭിക്കുന്നത്. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങൾ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ആകാശവും ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. നമുക്ക് സഹായം ലഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ഏറ്റവും വാത്സല്യമുള്ളവനെ, എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. തിരുവചനം ശ്രവിച്ചിടാൻ നാടെങ്ങും പ്രഘോഷിക്കാൻ വചനത്തിൻ്റെ വിത്തുകൾ പാകിടാൻ നൂറുമേനി ഫലം കൊയ്തിടാൻ തിരുവചനം ശ്രവിച്ചിടാൻ നാടെങ്ങും പ്രഘോഷിക്കാൻ വചനത്തിൻ്റെ വിത്തുകൾ പാകിടാൻ നൂറുമേനി ഫലം കൊയ്തിടാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ അരുൾ ചെയ്തു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു,
നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യത്തെ വായന എടുത്തിരിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അമലേക്യർ ഇസ്രായേൽക്കാർക്കെതിരെ ആക്രമിക്കുവാനായിട്ട് വരുന്നു. മോശ ജോഷുവായോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അവരുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് നീ പുറപ്പെടുക. ഞാൻ മലയിൽ കയറി നിനക്ക് വേണ്ടിയിട്ട്, നിൻ്റെ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു, അതിരാവിലെ ജോഷുവ പോയപ്പോൾ മോശ മലമുകളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയുടെ കരങ്ങൾ വേദനിക്കുവാനായിട്ട് തുടങ്ങി, കരങ്ങൾ താഴ്ന്നു പോകുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് മോശ അഹ്റോനോടും ഹൂറിനോടും പറയുന്നു, ഒരു കല്ല് കൊണ്ടുവരിക. ആ കല്ലിന്മേൽ ഇരുന്നു കൊണ്ട് മോശ പ്രാർത്ഥിക്കുന്നു. മോശയുടെ കരങ്ങൾ വീണ്ടും താഴേക്ക് വരുന്നതായിട്ട് കണ്ടപ്പോൾ അഹ്റോനും ഹൂറും ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മോശയെ സഹായിച്ചു. മോശ വൈകുന്നേരം വരെ, സന്ധ്യയാകുന്നതുവരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്നപ്പോൾ അവർക്ക് വിജയം ലഭിച്ചു. എപ്പോഴൊക്കെ മോശയുടെ കരങ്ങൾ താഴ്ന്നുവോ അപ്പോഴൊക്കെ പരാജയത്തിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥനയുടെ ഒരു നല്ല ഉദാഹരണമാണ്. മോശ തൻ്റെ ജനത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം യാചിക്കുന്നു. ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയ്ക്ക് മുമ്പുള്ള പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവിക സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സഹായം വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ സങ്കീർത്തകൻ പറയുകയാണ്. നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കയില്ല. കർത്താവിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ സങ്കീർത്തകൻ പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തളരാതെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ കർത്താവായ ഈശോ നമ്മളെ ഉപദേശിക്കുന്നത്. അവിടെ ഒരു ഉപമ ഈശോ പറയുന്നുണ്ട്. എന്താണ്? ന്യായാധിപനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നീതി എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അദ്ദേഹം സ്വാർത്ഥതയിൽ ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അടുക്കലേക്കാണ് ഒരു വിധവ പോയി തനിക്ക് നീതി നടത്തിത്തരണം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം അത് കൂട്ടാക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് അസഹ്യമായി തോന്നിയപ്പോൾ ആ വിധവയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ വിധവയുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്നതിലേക്ക് ആ ന്യായാധിപൻ കടന്നു വരികയാണ് ചെയ്തത്. ഈശോ നമ്മളോട് പറയുന്നത് എന്താണ്? തളരാതെ നമ്മൾ പ്രാർത്ഥിക്കണം, ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. അശക്തനായ ആ വിധവ ശക്തനായ ന്യായാധിപൻ്റെ മുന്നിലാണ് തൻ്റെ പ്രാർത്ഥനകൾ നടത്തിയത്. തൻ്റെ
ആഗ്രഹങ്ങൾ അനുവർത്തിച്ചത്. അപ്പോഴെന്താണ് അങ്ങനെ അനുവർത്തിച്ചപ്പോൾ ആ ന്യായാധിപൻ അവസാനം നീതി നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവനെ ശല്യപ്പെടുത്തുമ്പോൾ ആ ശല്യത്തിൽ നിലകൊള്ളുവാനായിട്ട് ആഗ്രഹിക്കാത്ത ന്യായാധിപൻ നീതി നടത്തി കൊടുക്കുന്നു. നമ്മുടെ ദൈവം ന്യായം നടത്തുന്ന ദൈവമാണ്, നീതി ഉള്ള ദൈവമാണ്. ആ നീതിയുള്ള ദൈവം നമുക്ക് ഉത്തരം തരുകയില്ലേ എന്ന കർത്താവായ ഈശോ ഇന്നത്തെ ഉപമയുടെ അവസാന ഭാഗത്ത് പറയുകയാണ്. അതിനാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ നിരാശപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് എന്ന കർത്താവ് നമുക്ക് ഉപദേശം തരുന്നു. അവസാനം വരെ പിടിച്ചു നിൽക്കണം എന്നാണ് ഈശോ നമുക്ക് തരുന്ന ഉപദേശം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയത്തിലേക്ക് കടന്നു വരും. രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു തിരുവചനമാണ് ഇന്നത്തെ ഉപമയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരും. ദൈവം എല്ലാവരെയും രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതിനാൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിലേക്ക് കടന്നു വരും. സാത്താൻ നമ്മളെ എങ്ങനെയെങ്കിലും പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് നോക്കും. നമുക്ക് തളർച്ച തരും, നിരാശ തരും, നമുക്ക് മടി തരും. എന്നാൽ ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ പെടാതെ നമ്മൾ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കരങ്ങൾ ഉയർത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശ്വാസത്തിൽ അടിപതറാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് കർത്താവ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഫലം കാണുന്നതായിരിക്കും, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതായിരിക്കും. നമുക്കറിയാം, വിശുദ്ധ മോനിക്കായുടെ ജീവിതത്തിൽ തൻ്റെ മകൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിരന്തരമായിട്ട് വർഷങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചു. അവസാനം അഗസ്റ്റിൻ്റെ മാനസാന്തരം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, മോനിക്കായെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലേക്ക് കടന്നു വരിക. റീത്ത പുണ്യവതിയുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? റീത്ത തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. മാനസാന്തരം കടന്നു വന്നു. പിന്നീട് തൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവസാനം മക്കളുടെയും മാനസാന്തരം കടന്നു വരികയാണ്. തൻ്റെ യുവത്വത്തിൽ ഒരു കന്യാസ്ത്രീയാകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ജീവിത വഴിയിൽ കന്യാസ്ത്രീയാകുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമ്മൾ കാണുന്നു, തൻ്റെ മക്കളുടെ മരണശേഷം ആ സഹോദരി റീത്ത പുണ്യവതി കോൺവെൻറ്റിൽ ചേരുന്നു. കോൺവെൻറ്റിൽ ചേർന്ന് ഭാഗ്യമരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നോട് ആരെല്ലാം പ്രാർത്ഥനാ സഹായം ചോദിച്ചു അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അനേകം അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഇന്നും റീത്ത പുണ്യവതിയോട് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റീത്തായെ അനുകരിച്ചുകൊണ്ട് നിരന്തരമായിട്ട് മടുപ്പ് തോന്നാതെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാളാണ്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദളിത ജനതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട വ്യക്തിയാണ്. അവരുടെ ഇടയിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും അനേകരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. 5000-ഓളം ആൾക്കാർക്ക് മാമോദീസപ്പെടുത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വലിയൊരു ജനതയെ അദ്ദേഹത്തിന് കർത്താവായ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. കാരണം പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് പൊക്കം കുറവായിരുന്നു.
അഗസ്റ്റിൻ തേവർ പറമ്പിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നിരുന്നാലും ജനങ്ങൾ വിളിച്ചിരുന്നത് കുഞ്ഞച്ചൻ എന്നാണ്, കാരണം പൊക്കം കുറവായിരുന്നു. ശരി പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥതയിൽ നമുക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ പോലെ നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ആഴപ്പെടാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള കൃപാവരം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസൂതനും ഏകനാം ജാതരും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നോറുഹായ ധന്യ ശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു. വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു. തൻ പിതാവിൻ വലം പാർശ്വത്തിലായി ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും. അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോട്
സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരു ഈർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായി പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, തിരുസഭയെ സ്വർഗീയ തീരത്തണയ്ക്കാൻ പരിശ്രമിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന പ്രശാന്തച്ചനെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തെ നയിക്കുവാൻ പ്രാപ്തരാക്കണമേ. ഇവരിലൂടെ എല്ലാ മക്കളും ദൈവകരുണയുടെ തൂവൽ സ്പർശം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യനാഥ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ അനുരഞ്ജനം എന്ന കൂദാശയിലൂടെ ദൈവസ്നേഹവും ദൈവകരുണയും അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. അങ്ങിൽ വിശ്വസിക്കാതെ നാശത്തിൻ്റെ പാതയിൽ പതിക്കുന്നവരെയും അങ്ങിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവിടുന്ന് കരുണ കാണിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ ദൈവമേ, അങ്ങയുടെ സന്ദേശവാഹകരായി ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുന്ന സകല മിഷനറിമാരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് അവരുടെ കൂടെ ഉണ്ടാകണമേ. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അങ്ങയുടെ കരുണയുള്ള മുഖം ദർശിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തിതനായ യേശുവേ, രോഗങ്ങളാലും മറ്റ് ക്ലേശങ്ങളാലും വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വേദനകളിലും ക്ലേശങ്ങളിലും ആശ്വാസദായകനായിരിക്കണമേ. ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണയുള്ള പിതാവേ, ഇഹലോകവാസം വെടിഞ്ഞ് അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരുടെ പാപക്കറകൾ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വെണ്മയുള്ളവരാക്കി മാറ്റി മാലാഖ് വൃന്ദങ്ങളോടൊപ്പം നിത്യഭാഗ്യത്തിന് അർഹരാക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഇതാ നമ്മൾ അർപ്പണത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പവും വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് ഉയർത്തുന്ന സമയമാണിത്. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം കർത്താവിനോട് പറയുവാനായിട്ടുള്ള സമയം. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുക. ഇവിടെ കാഴ്ചവയ്പ്പ് ഗാനം പാടും. ആ സമയത്ത് നമ്മുടെ ഓരോ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ടും മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ അവിടെയുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സ്നേഹിതന്മാരെ സമർപ്പിക്കാം. അങ്ങനെ അനേകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പാടാം.
കാഴ്ച സ്വീകരിക്കൂ അൾത്താരയിൽ. തിരുമുൽ കാഴ്ചയുമായി തിരുനാഥനെ ഞാൻ വന്നിടുന്നു. കനിയേണമേ എന്നിൽ കൃപയേകണേ. അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ. കരുണാമയ എന്നിൽ കനിയേണമേ. അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ. കരുണാമയ എന്നിൽ കനിയേണമേ. അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ അൾത്താരയിൽ. തിരുമുൽ കാഴ്ചയുമായി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റൻ ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റൻ ധന്യരുമാ. ഹോസാന
ഹോസാന ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കുക. ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും വന്ന് നിറയട്ടെ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാകുന്ന ആത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയുടെയും മേൽ വന്ന് നിറയട്ടെ. ഓരോ വ്യക്തിയെയും ഭാവനയിൽ കാണുക. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഭാവനയിൽ കാണുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് ഏറെ സഹായങ്ങൾ ചെയ്തു തരുന്ന ചില വ്യക്തികളുണ്ട്. അവരെയും ഓർക്കുന്നു. അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ,
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. പൂർവീകന്മാരുടെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മരിച്ചുപോയവരുടെ മുഖങ്ങൾ നമ്മൾ ഭാവനയിൽ കാണുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് തിരുശരീര രക്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നമ്മൾ നൽകുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകം
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നത് പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കേണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. സകലരും ഒരുപോലെ പുകഴ്ത്തുന്ന നാമം പരിശുദ്ധയമ്മേ നിൻ പുണ്യനാമം. മാനവമക്കൾ
മക്കൾക്കായി യേശുവിനെ തന്ന ത്രിലോകരാജ്ഞി